നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ വൻ ആഘോഷമാക്കി മാറ്റിയ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവ് ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണ്. 12 വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്കായി കളിക്കാനിറങ്ങി കോഹ്ലി ബാറ്റിംഗിൽ വൻ ഫ്ലോപ്പായി മാറുകയായിരുന്നു. വെറും 6 റൺസ് മാത്രമെടുത്ത് അദ്ദേഹം ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. റെയിൽവേസുമായുള്ള കളിയിലൂടെ താൻ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണെന്ന് കോഹ്ലി പ്രഖ്യാപിച്ചത് മുതൽ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. ഡൽഹിയും റെയിൽവേസും തമ്മിലുള്ള മത്സരം കാണാൻ കാണികൾ ഒഴുകിയെത്തി. പോലീസുകാർ തിരക്കെങ്ങനെ നിയന്ത്രണം ചെയ്യുമെന്ന് ആലോചിച്ച് തല പുകഞ്ഞു. IPL മത്സരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഹൗസ്ഫുള്ളായി മാറുകയും ചെയ്തു. സീറ്റ് കിട്ടാത്തവർ ബിൽഡിങ്ങുകളിലും ടവറുകളിലേക്കും വരെ ഏന്തി വലിച്ചു കയറി. കോഹ്ലിയുടെ ആരാധക പിന്തുണ എത്രമാത്രം വലുതാണെന്ന് ക്രിക്കറ്റ് ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ കൂടിയായിരുന്നു കടന്നുപോയത്. പക്ഷേ തന്നോട് കാണിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും കളിക്കളത്തിൽ തിരികെ നൽകാൻ കഴിയാതെയാണ് കോഹ്ലി ക്രീസ് വിട്ടത്. വലിയൊരു ഇന്നിങ്സ് കാത്തിരുന്ന ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചാണ് കോഹ്ലി ക്രീസ് വിട്ടത്. ഇന്ത്യൻ കുപ്പായത്തിൽ സമീപകാലത്ത് മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കോഹ്ലിയുടെ ശക്തമായ തിരിച്ചുവരവാണ് രഞ്ജിയിൽ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. വലിയൊരു സെഞ്ചുറിയുമായി അദ്ദേഹം ഫിറോസ് ഷാ കോട്ലയെ ആർപ്പൊളിപ്പിക്കുമെന്ന് പലരും കരുതി. പക്ഷേ 10,000-കണക്കിന് ജനങ്ങൾ വരുന്ന ജനങ്ങളുടെ മുഖത്ത് കരുനിഴൽ വീഴ്ത്തിയാണ് കോഹ്ലി കൂടാരം കയറിയത്. മത്സരത്തിന്റെ 2ാം ദിനം ആദ്യ സെഷനിൽ ഡൽഹിക്കായി 4ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തിയ കോഹ്ലിക്ക് വെറും 15 ബോളുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടെ ഒരു 4 അടിച്ച് അദ്ദേഹം കാണികളെ കയ്യിലെടുത്തുവെങ്കിലും ഈ സന്തോഷത്തിന് അധികം ആയുസില്ലായിരുന്നു. തൊട്ടടുത്ത പന്തിൽ പേസർ ഹിമാൻഷു സ്വാങ്വനെതിരെ ക്ലീൻ ബൗൾഡായിട്ടാണ് കോഹ്ലി ക്രീസ് വിട്ടത്. 28ാം ഓവറിലായിരുന്നു സ്റ്റേഡിയത്തെ നിശബ്ദരാക്കിയ അദ്ദേഹത്തിന്റെ ഈ ഒരു മടക്കം. ഈ ഓവറിലെ 3ാമത്തെ പന്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഡ്രൈവിലൂടെയാണ് കോഹ്ലി ബൗണ്ടറി നേടിയത്. അടുത്തത് ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു ഫുള്ളിഷ് ലെങ്തിലുള്ള ബോളായിരുന്നു വന്നത്. കോഹ്ലി വീണ്ടും ഒരു ഡ്രൈവിൽ ശ്രമിച്ചെങ്കിലും ബോൾ പൂർണ്ണമായും മിസ്സാവുകയായിരുന്നു. ബാറ്റിനും പാഡിനും ഇടയിലൂടെ അകത്തേക്ക് കയറിയ ബോൾ ഓഫ് സ്റ്റമ്പിനെ വായുവിൽ പറപ്പിക്കുകയായിരുന്നു. 3-4 തവണ കറങ്ങിയാണ് സ്റ്റെമ്പ് ഒടുവിൽ നിലത്ത് പതിച്ചത്. സ്വപ്ന വിക്കറ്റ് നേടിയതിന്റെ ആഹ്ലാദത്തിൽ സാങ്വാൻ ആക്രോശിച്ചപ്പോൾ വിക്കറ്റുകളിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ കോഹ്ലി തല താഴ്ത്തി ക്രീസ് വിടുകയായിരുന്നു. രഞ്ജി ട്രോഫിയിലെ കുഞ്ഞൻ ടീമായ റെയിൽവേസിന്റെ ബോളർമാരെ പോലും നേരിടാൻ സാധിക്കാതെ ക്ലീൻ ബൗൾഡായ വിരാട് കോഹ്ലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളുമാണ് ഉയരുന്നത്. പ്രധാനമായും രോഹിത് ആരാധകരാണ് ഇപ്പോൾ സന്തുഷ്ടരായത്. പലരും രോഹിത്തിന് ഇപ്പോൾ ഒരു കൂട്ടായി എന്നാണ് കോഹ്ലിയുടെ ഈ വിക്കറ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നത്. നീ കൂടിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ എന്ന് രോഹിത് പരിഹസിക്കുന്ന രീതിയിലുള്ള ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറങ്ങി കഴിഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ സീനിയർ ക്രിക്കറ്റർമാരുടെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. വിരാട് കോഹ്ലി കളി മതിയാക്കാനുള്ള സമയമായിരിക്കുകയാണെന്നാണ് പലരും ആക്രോശിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ ഈ പ്രകടനം, പുറത്തായ രീതിയുമെല്ലാം ഇതാണ് തെളിയിക്കുന്നത്. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും കോഹ്ലി വിരമിക്കണം. ജൂണിൽ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹം ടീമിൽ സ്ഥാനം അർഹിക്കുന്നില്ല എന്നൊക്കെയാണ് ആരാധകർ തുറന്നടിക്കുന്നത്.